CPIഎമ്മിൻ്റെ അധികാര ശ്രേണിയിൽ ഏറ്റവും ഉയരത്തിലാണ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പക്ഷേ ഒരു സാധാരണ പ്രവർത്തകനാണെങ്കിൽ പോലും ഒരിക്കൽ കണ്ട് പരിചയപ്പെട്ടാൽ അദ്ദേഹം ആ ഹൃദ്യമായ ബന്ധം സൂക്ഷിക്കുമായിരുന്നു, ഓർമ്മകൾ പുതുക്കുമായിരുന്നു. അതിൻ്റെ അനുഭവസ്ഥൻ കൂടിയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഡോക്ടർ TM തോമസ് ഐസക്. എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു സീതാറാം യെച്ചൂരിയായിട്ടുള്ള അങ്ങയുടെ ബന്ധം? സീതാറാം SFI പ്രവർത്തിക്കുമ്പോൾ ഞാനും സംഘടനാ നേതൃത്വത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള പരിചയമാണ് ഒരു പ്രധാനപ്പെട്ടത്. അതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് ഒത്തിരി കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ ബന്ധത്തിനപ്പുറം അക്കാഡമിക് സൗഹൃദം ഉണ്ടായിരുന്നു. ഈ വർത്തമാനം പറയുന്നത് വളരെ ഈസി ആയിട്ടാണ്, സ്ട്രെയിനൊന്നുമില്ല. യെച്ചൂരി വർത്തമാനം പറയുമ്പോൾ മസിൽ പിടുത്തമേ ഇല്ല. അത് മൈതാനത്ത് പ്രസംഗിക്കാനായാലും പാർട്ടി സെൻട്രൽ കമ്മിറ്റിയിലാണെങ്കിലും അതെങ്ങനെ അനർഗളമായിട്ട് കാര്യം പറഞ്ഞു പോകും. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തൊക്കെ തന്നെ അദ്ദേഹം ചില മൈതാനിയിലൊക്കെ വരുമ്പോൾ സാധാരണ പ്രവർത്തകരാണെങ്കിലൊക്കെ പേരെടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഹൈറാക്കി നോക്കിയിട്ടൊന്നുമല്ല ബന്ധം. എനിക്ക് അറിയാം, അദ്ദേഹം ആലപ്പുഴ വന്നപ്പോൾ എൻ്റെ ഒരു പാർട്ടിയിൽ നേതാവൊന്നുമല്ല, ഒരു സാധാരണ പ്രവർത്തകനാണ് അദ്ദേഹത്തെ അനുഗമിക്കാനായിട്ട് നിയോഗിച്ചത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഈ കക്ഷി സീതാറാം വരുമ്പോൾ പോയി കാണും. സീതാറാമും ഇയാളുടെ വീട്ടിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ആലപ്പുഴ വന്നപ്പോൾ. അങ്ങനെ വളരെ അനൗപചാരിക ബന്ധങ്ങൾ ആരുമായിട്ടും ഉണ്ടാക്കിയെടുക്കുകയും. സുർജിത്ത് അങ്ങനെയായിരുന്നു. CPMൻ്റെ ശക്തിക്കപ്പുറം ഒരു സ്വാധീനം ഇന്നത്തെ ഐക്യമുന്നണിയിലെല്ലാം കൊണ്ടിരുന്ന ഒരു ഘടകം സുർജിത്തിൻ്റെ വലിയ സൗഹൃദ ബന്ധങ്ങളാണ്. അത് പിന്തുടർച്ചയായിട്ട് കിട്ടിയിട്ടുള്ളത് സീതാറാമിനാണെന്ന് പറയാം. വളരെ ഓർക്കപ്പെട്ടിരിക്കുന്ന ഒരു സൗഹൃദ നിമിഷം ഒന്ന് പങ്കുവയ്ക്കാം. പത്തനംതിട്ട ഇലക്ഷന് തോറ്റ് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഇല്ല, വെറുതെ. പക്ഷെ നമുക്കറിയാമല്ലോ എന്തിനാ വിളിക്കണേ എന്നുള്ളത്. അപ്പോൾ ഇനി എന്താണ് പരിപാടി, പുതിയ പുസ്തകം എന്താണ് ഇങ്ങനെ. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര അദ്ദേഹത്തിനോടുള്ളൊരു വലിയ, അങ്ങനെ വിളിച്ചല്ലോ വെറുതെ അങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്.